ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഓർമ്മയില്ലേ? കോൺ എ ഒ ബിയുടെ അളവ് സി ഡിഗ്രി ആയാൽ എ ബി എന്ന ചാപത്തിലല്ലാത്ത സി എന്ന ബിന്ദുവിലുള്ള കോണിൻ്റെ അളവ് അതിൻ്റെ പകുതിയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇനി ഈ സിയുടെ സ്ഥാനം എവിടേക്ക് മാറിയാലും ഇത് ശരിയാകുമോ എന്ന് നോക്കാം. സിയുടെ സ്ഥാനം ചാപത്തിൻ്റെ എ എന്ന അറ്റത്തിലൂടെ വരയ്ക്കുന്ന വ്യാസം വൃത്തവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ് ഇപ്പോൾ. ഇനി ത്രികോണം ബി ഒ സി നോക്കൂ. ഈ ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമല്ലേ? കോൺ സിയുടെ അളവ് എക്സ് ഡിഗ്രി ആണെന്ന് കരുതിയാൽ കോൺ ഒ ബി സിയുടെ അളവും എക്സ് ഡിഗ്രി ആയിരിക്കുമല്ലോ. എങ്കിൽ ത്രികോണം ബി ഒ സിയുടെ പുറം കോണായ കോൺ എ ഒ ബിയുടെ അളവ് എക്സ് പ്ലസ് എക്സ് 2x ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ വ്യക്തമല്ലേ? സിയുടെ സ്ഥാനം ഈ ചിത്രത്തിലേതുപോലെ ആയാലും കോൺ എ ഒ ബിയുടെ അളവിൻ്റെ പകുതിയായിരിക്കും കോൺ എ സി ബിയുടെ അളവ് എന്ന. ഇനി സിയുടെ സ്ഥാനം ചിത്രത്തിലേതുപോലെ കുറച്ചുകൂടി താഴേക്കെടുത്താലോ? ചിത്രത്തിൽ കാണുന്ന ത്രികോണങ്ങൾ സമപാർശ്വ ത്രികോണങ്ങളല്ലല്ലോ. നമുക്ക് ഒ സി യോജിപ്പിക്കാം. ഇനി ത്രികോണം എ ഒ സി നോക്കൂ. ഇതൊരു സമപാർശ്വ ത്രികോണമാണല്ലോ. കോൺ എയുടെ അളവ് എക്സ് ഡിഗ്രി എന്ന് കരുതിയാൽ കോൺ ഒ സി എയുടെ അളവും എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. എങ്കിൽ മുൻപേ കണ്ടതുപോലെ ത്രികോണം എ ഒ സിയുടെ പുറംകോൺ നമുക്ക് നിർമ്മിക്കാം. അതിൻ്റെ അളവ് എക്സ് പ്ലസ് എക്സ് 2x ഡിഗ്രി ആയിരിക്കും. ഇനി ത്രികോണം ബി ഒ സി പരിഗണിക്കാം. ഇതും ഒരു സമപാർശ്വ ത്രികോണം തന്നെയാണല്ലോ. അതിൽ കോൺ ബി y ഡിഗ്രി ആയാൽ കോൺ ഒ സി ബിയുടെ അളവും y ഡിഗ്രി തന്നെയാണ്. എങ്കിൽ ത്രികോണം ബി ഒ സിയുടെ പുറം കോണായ കോൺ ബി ഒ ഡി y പ്ലസ് y 2y ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോൺ എ ഒ ബിയുടെ അളവ് എത്രയായിരിക്കും? കോൺ എ ഒ ബിയുടെ അളവ് 2y മൈനസ് 2x ഡിഗ്രി ആയിരിക്കും അല്ലേ? കോൺ എ സി ബിയുടെ അളവോ? കോൺ എ സി ബിയുടെ അളവ് y മൈനസ് എക്സ് ഡിഗ്രിയും ആയിരിക്കും. അഥവാ ഇത്തരം ചിത്രങ്ങളിലും കോൺ എ ഒ ബിയുടെ അളവിൻ്റെ പകുതി തന്നെയാണ് കോൺ എ സി ബിയുടെ അളവ് എന്നർത്ഥം. ഇനി ചിത്രത്തിലേതുപോലെ ചാപം എ ബിയുടെ നീളം വൃത്തത്തിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ ആയാലോ? അഥവാ ചാപം എ ബിയുടെ കേന്ദ്രകോൺ 180 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആയാലോ? ചാപം എ ബിയിലല്ലാത്ത സി എന്ന ബിന്ദു അടയാളപ്പെടുത്തി എ സി ബി സി എന്നിവ വരയ്ക്കാം. മുൻപ് കണ്ടതുപോലെ സിയിൽ നിന്ന് ഒയിലൂടെ ഡിയിലേക്ക് വ്യാസവും വരയ്ക്കാം. ഇനി ത്രികോണം എ സി ഒ പരിഗണിച്ചാൽ ത്രികോണം എ സി ഒ ഒരു സമപാർശ്വ ത്രികോണമാണ്. അതിലെ ഒരു കോണായ കോൺ എ സി ഒയുടെ അളവ് എക്സ് ഡിഗ്രി എന്നും കരുതിയാൽ കോൺ എയുടെ അളവും എക്സ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ത്രികോണം എ സി ഒയുടെ
പുറം കോണായ കോൺ AODയുടെ അളവ് എത്രയായിരിക്കും? അത് എക്സ് പ്ലസ് എക്സ് 2x ഡിഗ്രി ആയിരിക്കും. ഇനി ത്രികോണം BCO പരിഗണിച്ചാൽ അതുമൊരു സമപാർശ്വ ത്രികോണം തന്നെയാണല്ലോ. അതിൽ കോൺ BCOയുടെ അളവ് y ഡിഗ്രി ആയാൽ കോൺ CBOയുടെ അളവും y ഡിഗ്രി തന്നെയാണല്ലോ. എങ്കിൽ ത്രികോണം BOCയുടെ പുറംകോണായ കോൺ DOBയുടെ അളവ് എത്രയായിരിക്കും? അത് y പ്ലസ് y 2y ഡിഗ്രി ആയിരിക്കും. അപ്പോൾ AB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ 2x പ്ലസ് 2y ഡിഗ്രിയും C എന്ന ബിന്ദുവിലെ കോണിൻ്റെ അളവ് x പ്ലസ് y ഡിഗ്രിയും ആയി മാറി എന്നർത്ഥം. അഥവാ AB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ C ഡിഗ്രി ആയാൽ ഇത്തരം ചിത്രങ്ങളിലും ആ ചാപത്തിലല്ലാത്ത C എന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് സിയുടെ പകുതിയായിരിക്കും എന്നർത്ഥം. ഇതുവരെ നാം കണ്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി വിശദമായി പരിശോധിക്കാം. സിയുടെ സ്ഥാനങ്ങൾ മാറി മാറി വരുന്ന രീതിയിൽ 4 വ്യത്യസ്ത ചിത്രങ്ങൾ നാം ഇപ്പോൾ പരിചയപ്പെട്ടുവല്ലോ. ഇവിടെയെല്ലാം AB എന്ന ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതി തന്നെയാണ് C എന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ്. ഈ വസ്തുത നമുക്ക് വിശദമായി ഇങ്ങനെ പറയാം. ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ ആ ചാപത്തിലെ അല്ലാത്ത വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചുണ്ടാക്കുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്.